നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അയ്യോ, ഇയാളോ? അയ്യോ, മായി നിൽക്കണല്ലോ ഈശ്വര, നമുക്ക് പ്രശ്നമല്ലോ പെട്ട്. ഓ മമ്മി ആരാ? എന്തായാലും ഇന്നെങ്കിലും നിങ്ങളെ ഒന്ന് കാണാൻ പറ്റിയത് ഭാഗ്യം. അല്ല, അത് ഒന്നും പറയണ്ട. ഫോൺ വിളിച്ചാ എടുക്കില്ല, തിരക്കി വന്നാ അവിടെ കാണില്ല. നിങ്ങൾ ഇത് എന്ത് ഭാവിച്ച? അത് ഞാൻ മോളുടെ വീട്ടിൽ കുറച്ചു ദിവസം പോയിരുന്നതാ എന്ന് കരുതി ഫോൺ വിളിച്ചാ എടുക്കാൻ പാടില്ലേ? എന്താ മമ്മി ഇയാൾ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നേ? ഇയാൾക്ക് ഇവിടെ എന്താ കാര്യം? നിങ്ങൾക്ക് എന്താ വേണ്ടേ? എന്തിനാ എന്റെ മമ്മിയോട് ബഹളം വെക്കുന്നേ? ഇത് വീട് ഏതാന്നറിയോ? മാന്യമായിട്ടുള്ള രണ്ട് സ്ത്രീകൾ താമസിക്കുന്ന വീടാ. ഞാനേ മിസ് കേരളയാ. എന്ത് കേരള ആയാലും ഇവിടെ ഇനി പറ്റില്ല. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നേ? മോളെ മിണ്ടാതിരിക്കും. മമ്മി ഇയാളെ പേടിക്കുന്നത് എന്തിനാ? നമ്മുടെ വീട്ടിൽ ഇയാൾ വന്ന് ബഹളം വെക്കുന്നതിന് പോലീസിനെ വിളിക്കും മമ്മി. അത് പോലീസിനെ വിളിച്ചാ എനിക്ക് നല്ലതാ. കിട്ടാനുള്ള വാടക പോലീസ് വാങ്ങിത്തരും. എന്ത് വാടക? ഇത് എന്റെ വീടാ. നിങ്ങൾ വാടകയ്ക്കാ കഴിയുന്നവിടെ. 6 മാസത്തെ വാടകയാ കുടിശ്ശിക. ഇനി ഞാൻ ക്ഷമിക്കില്ല. ഇപ്പൊ എനിക്ക് വാടക കിട്ടണം, അല്ലെങ്കിൽ രണ്ടാളെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം. മോളെ അറിവില്ലാതെ പറഞ്ഞു പോയതാ, ക്ഷമിക്കണം. ഒന്നും പറയണ്ട, വാടക എടുക്ക്. സാറേ, ഞാൻ കാല് പിടിക്കാം. വാടക നാളെ അല്ല മറ്റന്നാൾ ഉറപ്പായിട്ടും തരാം. തരാം. ഇത് നിങ്ങൾ വെറുതെ പറയുന്നതാ? അല്ല, സത്യമായിട്ടും മറ്റന്നാൾ എനിക്ക് കുറച്ച് ക്യാഷ് കിട്ടാനുണ്ട്. 2 മാസത്തെ അഡ്വാൻസും തരാം. ഉറപ്പാണോ? ഉറപ്പ്, ഞാൻ തന്നിരിക്കും. ഉറപ്പായിട്ടും ക്യാഷ് തന്നിരിക്കും. ശരി, ഞാൻ ഇപ്പൊ പോവാ. വാടക കിട്ടിയില്ലെങ്കിലേ മറ്റന്നാ 2 ഞാൻ അടിച്ച് പുറത്താക്കും. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. അയ്യോ മായ, നിക്കേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അയ്യോ, ഞാൻ വിളിക്കാം ഐശ്വര്യ. ഇപ്പൊ കുറച്ച് തിരക്കുണ്ട്. ഓക്കെ മായ, ഒരു കാര്യം ചോദിച്ചാ ഒന്നും വിചാരിക്കരുത്. എന്താ, വേഗം ചോദിച്ചു. എനിക്ക് പോയിട്ട് കുറച്ച് ധൃതിയുണ്ട്. അല്ല മായെ, അത്യാവശ്യമായിട്ടൊരു 5 ലക്ഷം രൂപ തന്ന് സഹായിക്കൂ. 5 ലക്ഷോ? ആ, അക്കൗണ്ടില് നയാ പൈസ ഇല്ല. ഇവിടുത്തെ അവസ്ഥ കണ്ടല്ലോ. തൽക്കാലം കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. ഉടനെ തിരിച്ചു തരാം. എങ്ങനെ? ഞാൻ എങ്ങനെയെങ്കിലും ആനന്ദ നിലയത്തിൽ തിരിച്ചു കയറും. അതിന് ചില പ്ലാൻസ് ഒക്കെ ഉണ്ട്. അത് നടക്കുമെന്ന് തോന്നുന്നില്ല. നടക്കും. മാ ഇപ്പൊ ഒന്ന് സഹായിക്ക്, എല്ലാം ശരിയാവും. ഐശ്വര്യ, 5 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ എന്തായാലും നടക്കില്ല. ഞാനിപ്പോ നല്ല ടൈറ്റിലാ. ഒരു 10 ലക്ഷം രൂപയുടെ ഗോൾഡിങ് എടുത്തായിരുന്നു. സാരില്ല, അത് തന്നാലും മതി. പണയം വെക്കാലോ. താമസിയാതെ തിരിച്ചെടുത്തു തരാം. അത് ശരിയാവില്ല ഐശ്വര്യ, അത് പറ്റില്ല. ഞാനൊന്ന് ഇറങ്ങട്ടെ. 1-2 ആളുകളെ അത്യാവശ്യമായിട്ട് കാണാനുണ്ട്. നമുക്ക് കാണാം. ഓക്കെ, ശരി, ഇറങ്ങിക്കോട്ടെ. കണ്ടോ മോളെ, നമുക്കൊരാപത്ത് വന്നപ്പോ കണ്ടോ? നിങ്ങൾ രണ്ടാളും അടയും ചക്കരയും പോലെ ഇരുന്നല്ലേ? ഇതാ മനുഷ്യരുടെ അവസ്ഥ. നമുക്ക് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോവാം. അയ്യോ അമ്മേ, അതൊന്നും വേണ്ട. മോളൊന്നും പറയണ്ട. മോൾക്ക് 1ാമത് 4-ാം മാസം, അല്ലെങ്കിൽ തന്നെ ഡീറ്റെയിൽ ചെക്കപ്പ് വേണം. ആദ്യം ഇത് കുടിക്ക്, ക്ഷീണം മാറട്ടെ. മുഴുവൻ കുടിക്കാതെ പറ്റില്ല കേട്ടോ. കുടിക്ക്.
വിളിക്കാൻ നാണമില്ലേ അവക്ക്? അവളുടെ ഒരു കോള് കഷ്ടം. മോള് കുടിക്കും. അവള് വീണ്ടും വിളിക്കുക. ഒരു ശല്യമായല്ലോ. ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കാന്ന് വെച്ചാ ഓഫീസിൽ നിന്ന് ആരെങ്കിലും എമർജൻസി ആയിട്ട് വിളിച്ചാലോ? എന്ത് ചെയ്യാനാ? ഛെ, ഇവളെന്താ ഇങ്ങനെ? അമ്മേ, ആ ഫോണിൽ നിന്ന് അവരുടെ സൂക്കേട് എന്താന്ന് അറിയണല്ലോ. സർ സർ ഒന്നും വേണ്ട. ശ്ശേ, അല്ല, അത് പറ്റില്ല. ഇത്രയൊക്കെ കാട്ടിട്ട് എന്റെ അമ്മ വീണ്ടും വീണ്ടും എന്തിനാ ശല്യം ചെയ്യുന്നത്? എനിക്കറിയണല്ലോ. അമ്മേ, ആ ഫോണിൽ നിന്ന്. സർ വേണ്ട സർ, വിട്ടുകളാം. ദേ, അമ്മേ, ഫോണിൽ തരാൻ. സർ അമ്മേ, ഞാനാ അമ്മേ ഐശ്വര്യ. സർ എന്റെ പൊന്നമ്മേ, എല്ലാത്തിനും മാപ്പ്. എന്നെ തിരിച്ച് വീട്ടിലേക്ക് കയറ്റണം. എന്റെ പൊന്നാര അമ്മയല്ലേ, പ്ലീസ് അമ്മേ, പ്ലീസ്. ഇത് അമ്മയല്ല, ഞാൻ ആഖി. അഖിയ, എന്റെ അനുജൻ അഖിയ. നിങ്ങളുടെ അഭിനയം ഇനി വേണ്ട. എന്റെ പൊന്നഖി, എന്താ ഇങ്ങനെ പറയുന്നേ? ഇനി എന്റെ അമ്മയുടെ ഫോണിലോ ഇവിടെ ഉള്ള മറ്റാരുടെങ്കിലും ഫോണിലോ വിളിച്ച് ശല്യം ചെയ്യരുത്. അത് പറയാനാ ഞാനിപ്പോ കോൾ എടുത്തത്. അഖി, അങ്ങനെ പറയരുത്. ഞാൻ നിന്റെ ഏട്ടത്തിയല്ലേ? ആയിരുന്നു. ഇപ്പൊ ആ ബന്ധങ്ങളെല്ലാം തീർന്നു. ഞങ്ങള് ശ്യാമയായിട്ട് ഹോസ്പിറ്റലിലേക്കാ. അവിടെ വെറുതെ കൂവി വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യരുത്. എങ്കിൽ എന്റെ വിധം മാറും, പറഞ്ഞേക്കാം. അഖി, എന്റെ പൊന്നഖിയല്ലേ, ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. ദേ, ഞാൻ അവസാനമായിട്ട് പറയാ, ഇവിടെ ആർക്കും ഫോൺ ചെയ്യരുത്. മനസ്സിലായല്ലോ അല്ലേ? അഖി, അത് വിളിക്കരുത്, ഉറപ്പായിട്ടും വിളിക്കരുത്. പ്രശ്നാവും, പറഞ്ഞേക്കാം. അഖി, ഛെ, ഇനിയും അവർ അമ്മയെ ഫോൺ വിളിച്ച് ശല്യം ചെയ്താ പോലീസിൽ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യണം. അതാ വേണ്ടത്. ശരി അമ്മേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ഇത് കുടിക്കുന്നില്ലേ മോളെ? മതിയമ്മ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.